നമസ്കാരം. അതിഥിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് 10-20 വർഷത്തോളമായി കലാരംഗത്ത് സജീവമായിരിക്കുന്ന, ഒപ്പം ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സജീവമായ കലാകാരനാണ് മണിദാസ് പയ്യോളി. നമസ്കാരം. നമസ്കാരം. മണിദാസ് പയ്യോളി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാ പ്രേക്ഷകർക്കും തോന്നുന്നത് കലാഭൻ മണിയുടെ രൂപസാദൃശ്യമുള്ളൊരു മനുഷ്യൻ. കലാഭൻ മണിയുടെ ഒരു വേഷം ചെയ്തു തുടങ്ങിയത് എപ്പോഴാണ്? ഞാൻ മണിച്ചേട്ടൻ്റെ വേഷം ചെയ്ത് തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ ഒരു 10-18 വർഷമായി. നമ്മുടെ മണിച്ചേട്ടൻ അഭിനയിച്ച ഏറെ സൂപ്പർ ഹിറ്റായ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ രാമു എന്നൊരു കഥാപാത്രം ചെയ്തുകൊണ്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഈ ഒരു കഥാപാത്രം ഞാൻ ചെയ്യുന്നതിന് മുൻപേ ഞാനൊരു കലാകാരനായിരുന്നില്ല, കലാരംഗത്തെ ഉണ്ടായിരുന്നേ ഇല്ല. അത് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, സിനിമാ രംഗത്തൊക്കെയുള്ള നല്ലൊരു മ്യൂസിക്കാരനായ രജീഷ് കെ സൂര്യ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സുഹൃത്താണ് രാമു എന്ന ഒരു കഥാപാത്രം. അന്നേരം ഞാൻ താടിയും മീശയൊക്കെയുള്ള ഒരാളായിരുന്നു. അതൊക്കെ പഠിച്ച് എന്നെ കലാഭമണി ആക്കുകയായിരുന്നു വാസന്തി ലക്ഷ്മിയിലുള്ള. പിന്നീട് എത്ര വേദികളിലേക്ക് വന്നു ഈ കലാഭൻ മണിയുടെ വേഷവുമായിട്ട്? മണിച്ചേട്ടൻ്റെ വേഷം ചെയ്ത് തുടങ്ങിയതിന് ശേഷം എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ ആദ്യമായിട്ട് മണിച്ചേട്ടൻ്റെ വാസന്തി ലക്ഷ്മിയുള്ള ഒരു ക്യാരക്ടർ ഞാൻ സ്റ്റേജിൽ ചെയ്തതിന് ശേഷം തന്നെ പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. കാരണം മണിച്ചേട്ടനെ അത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ആളുകളാണ് നമ്മുടെ മലയാളത്തിലെ മലയാളികൾ. അപ്പോൾ മലയാളികൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ എൻ്റെ ഈ ഒരു കഥാപാത്രം കൂടി, സ്റ്റേജ് ചെയ്ത കഥാപാത്രം കൂടി അത് ഏറ്റെടുക്കുകയായിരുന്നു. പിന്നെ അതുവരെ പോയിരുന്ന പണിക്കൊന്നും എനിക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടില്ല ഇതുവരെ. ഈ കലാഭൻ മണിയുടെ വേഷം ചെയ്യുമ്പം പ്രേക്ഷകരിൽ നിന്നുള്ളൊരു പ്രതികരണം എന്താണ്? മണിച്ചേട്ടനുള്ള ജീവിച്ചിരിക്കുന്ന ഒരു കാലത്ത് മണിച്ചേട്ടൻ ചെയ്യുമ്പോൾ കുറഞ്ഞൊരു വർഷം ഒരു ആവറേജിലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ വിയോഗം അതിനുശേഷം സത്യം പറഞ്ഞാൽ ഏതൊരു വേദിയിൽ മണിച്ചേട്ടനെ ചെയ്യുമ്പോഴും ജനങ്ങള് ശരിക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, അത് ഞാൻ ചെയ്യുന്നൊരു കഥാപാത്രമായിട്ടല്ല ജനങ്ങളത് കാണുന്നത്, ഓഡിയൻസ് അത് കാണുന്നത്. മണിച്ചേട്ടനോടുള്ള ഒരു ഇഷ്ടം, അപ്പോൾ ഒരു പാട്ടായാലും അദ്ദേഹം ചെയ്തിരിക്കുന്നൊരു വേഷമായാലും ഏതൊരു ക്യാരക്ടറായാലും അത് ഇഷ്ടപ്പെടുകയും, അത് സാധാരണ ഏതൊരു കഥാപാത്രം വേദിയിൽ ചെയ്യുന്ന ആളുകളായാൽ പോലും അതിനേക്കാൾ കൂടുതൽ മണിച്ചേട്ടൻ ചെയ്യുന്നൊരു ഈ ഒരു കഥാപാത്രത്തോട് കൂറ് പുലർത്തുകയും അതോടൊപ്പം തന്നെ നല്ല കയ്യടിയോടുകൂടെ തന്നെ സ്വീകരിക്കുകയും ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കലാഭൻ മണിയോടൊപ്പം നിന്നുകൊണ്ട് ഈ ഒരു പരിപാടി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മണിച്ചേട്ടൻ്റെ ഒപ്പം ഒരു കുറേ വേദികളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്നുള്ള പ്രതികരണം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ളൊരു പ്രതികരണം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ കണ്ണൂർ വിയൂർ സെൻട്രൽ ജയിലിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊരു പരിപാടി ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം മണിച്ചേട്ടൻ്റെ വേഷം ചെയ്യുന്ന കുറേ കലാകാരന്മാരെ ആ സ്റ്റേജിലേക്ക് കൊണ്ടുവരികയും പിന്നെ അവിടെയുള്ള മുഴുവൻ അന്തേവാസികൾക്ക് വേണ്ടിയിട്ട്, ജയിൽ പുള്ളികൾക്ക് വേണ്ടിയിട്ട് ഒരു പരിപാടി ചെയ്തായിരുന്നു. ഓണാഘോഷ പരിപാടിയായിരുന്നു. രാവിലെ മുതൽ രാത്രി വരെയുള്ള പരിപാടിയായിരുന്നു. ഓണക്കളികൾ, കമ്പവലി മത്സരം, ഇങ്ങനെ വരുന്ന പല പരിപാടികളും ഈവനിങ്ങിൽ മണിച്ചേട്ടൻ്റെ വേഷങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാ കലാകാരന്മാരും കൂടി ചെയ്തൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അന്ന് ഈ മണിച്ചേട്ടൻ ഈ ഒരു വേഷം കാണുകയും, അതിന് മുൻപേ കണ്ടിട്ടുണ്ട്, പക്ഷേ അന്ന് എൻ്റെ മുടി അതുവരെ ഞാൻ കൂടുതൽ ചെയ്തിരുന്നത് വാസന്തി ലക്ഷ്മിയിലുള്ള ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷെ അന്ന് എന്നോട് പറയുകയാണ്, ആകാശത്തിലെ പറവുകൾ എന്ന ഒരു ക്യാരക്ടർ മണിദാസ് ചെയ്യുന്ന അറിയും, ആ ഒരു ക്യാരക്ടറോട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അവിടെയുള്ള ജയിൽ പുള്ളിയെ കൊണ്ടാണ് എൻ്റെ മുടി അദ്ദേഹം വെട്ടിക്കുന്നത്. അങ്ങനത്തെ ഒരു അനുഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മണിച്ചേട്ടന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വല്ലാത്തൊരു ഇഷ്ടമാണ്, അതൊരു വല്ലാത്തൊരു ജന്മം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്കിനി ഓർക്കാൻ കൂടി വയ്യ. കാരണം ഇനിയൊരു കലാഭമണി ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ഇത്രയും നല്ലൊരു മൾട്ടി ടാലൻ്റ് ആയിട്ടുള്ളൊരു കലാകാരൻ നമുക്ക് ശരിക്കും മലയാളികൾക്ക് നഷ്ടപ്പെട്ടതാണ്. ആദ്യഘട്ടത്തിൽ കലാഭമണിയുടെ പാട്ടുകൾ പാടിക്കൊണ്ടാണ് ഈ രംഗത്തേക്ക് വരുന്നത്. ഞാൻ ശരിക്കും വന്നാൽ വാസന്തി ലക്ഷ്മി എന്നുള്ള ഒരു ക്യാരക്ടർ ചെയ്തുകൊണ്ടാണ് ഈ രംഗത്തേക്ക് വരുന്നത്. പക്ഷേ പാട്ട് അതിനുശേഷം പാട്ടിന്റെ ABCD അറിഞ്ഞിടത്ത ഒരാളാണ് ഞാൻ. പാട്ട് പഠിച്ചിട്ടില്ല. മണിച്ചേട്ടൻ്റെ പാട്ടുകൾ പാടി അങ്ങനെയാണ് ഈ മേഖലയിലേക്ക് കൂടുതൽ ഇപ്പോൾ പാട്ട് തന്നെയാണ് ഞാൻ പാടുന്നത്. പക്ഷെ വേഷങ്ങൾ കുറേ ചെയ്യുന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് ഇപ്പോൾ വേദികളിൽ ആവശ്യപ്പെടുന്നത് പാട്ടുകൾ തന്നെയാണ്. നമുക്കൊരു പാട്ട് പാടാം. മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടാം. നമ്മൾ മണിച്ചേട്ടൻ്റെ പാട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു പാട്ടാണ് മിന്നാ മിനുങ്ങേ എന്ന് പറയുന്നൊരു പാട്ട്. അതിൻ്റെ ഒരു 3-4 വരികൾ ഒന്ന് പാടാം. ഓക്കെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ
പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ. വളരെ മനോഹരമായിരിക്കുന്നു. ഇത്തരത്തിൽ ഒരുപാട് പാട്ടുകൾ പാടി ഒരുപാട് കലാഭവൻ മണിയുടെ വിവിധ വേഷങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. ഇത്തരത്തിൽ എവിടെയൊക്കെ പോകാൻ സാധിച്ചിട്ടുണ്ട് കേരളത്തിന് അകത്തും പുറത്തുമായിട്ട്? ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ എനിക്ക് മണിച്ചേട്ടൻ്റെ വേഷം ചെയ്തുകൊണ്ട് തന്നെ പോകാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ മണിച്ചേട്ടൻ്റെ ഒരു 99% മണിച്ചേട്ടനായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വേഷങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത്. പാട്ടായാലും വേഷങ്ങളായാലും ഒക്കെ കേരളത്തിന് പുറത്ത് ബോംബെ, ഗുജറാത്ത്, മലയാളികളൊന്നും അധികം പോകാത്ത ആൻഡമാൻ നിക്കോബർ ദ്വീപ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. പുറത്ത് വിദേശ രാജ്യങ്ങളിൽ ദുബായ്, ഖത്തർ, ഒമാന്, ഷാർജ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലൊക്കെ പോയി ഇപ്പോൾ ഒരു USA ട്രിപ്പ് നിൽക്കുകയാണ്. മണിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മലയാളികളുണ്ട്. ഈ വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികൾക്ക് ഈ മണിദാസ് ഇത്തരത്തിലുള്ള വേഷങ്ങൾ കെട്ടി വരുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ അനുഭവം എന്താണ്? ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിലെ ആളുകളാണ്. കാരണം അവര് ശരിക്ക് മണിച്ചേട്ടനായിട്ട് തന്നെ കാണുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ മലയാളികൾ നമുക്കറിയാം, ഇവിടുന്ന് പ്രവാസ ജീവിതം അനുഭവിച്ച് അവിടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മലയാളിയായിട്ടുള്ള ഒരു കലാകാരൻ അവിടെ എത്തുമ്പോൾ അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും നമ്മളുടെ കഴിവ് ശരിക്ക് നമ്മുടെ സത്ത് ശരിക്ക് ഊറ്റിയെടുക്കുന്ന ആളുകൾ അവരെ ശരിക്കും നമ്മൾ എന്തൊരു പരിപാടി ആയാലും അവർ അത്രത്തോളം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടാണ് പരിപാടി ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതിനേക്കാളും ഒരു ബൂസ്റ്റിംഗ് കൂടുതൽ കിട്ടുന്നത് വിദേശ രാജ്യത്ത് തന്നെയാണ്. ഇത്തരത്തിലും മണിദാസ് പയ്യോളി മണി എന്ന പേരിൽ തന്നെയാണ് താങ്കളുടെ പേരും തുടങ്ങുന്നത്. ഇത് യഥാർത്ഥത്തിൽ മണിദാസ് ഈ ഒരു കലാഭവൻ മണിയുടെ വേഷം ചെയ്തതിന് ശേഷം ഈ പേര് സ്വീകരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ആദ്യമേ താങ്കളുടെ പേര് ഇത് തന്നെയായിരുന്നു? ഇത് ഏകദേശം ഞാൻ എപ്പോൾ തുടങ്ങിയോ മണിച്ചേട്ടൻ്റെ വേഷങ്ങൾ എപ്പം ചെയ്യാൻ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കേൾക്കുന്നത്, ഈ സ്പോട്ട് വരെ കേൾക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഒരുപാട് ആളുകളുടെ സംശയം തന്നെയാണ്, മണിച്ചേട്ടൻ്റെ ഡ്യൂപ്പ് ചെയ്യുന്നതുകൊണ്ടാണോ എൻ്റെ പേര് മണി എന്നിട്ടതും മണിദാസ് എന്ന് ചേർത്തത്. എൻ്റെ ശരിക്കുള്ള പേര് മണി എന്നാണ്. എൻ്റെ അച്ഛനും അമ്മയും ഇട്ടൊരു പേര് തന്നെയാണ് മണിയെന്ന്. അതിൻ്റെ ഒപ്പം ഒരു പ്രൊഫഷണൽ ഒരു വാല് കൂടി ആയിക്കൊണ്ടെന്ന് കരുതിയിട്ടാണ് ദാസ് ഞാൻ ചേർത്തത്. അപ്പോൾ ഇത് മണിച്ചേട്ടൻ തന്നെ എന്നോട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, എടാ എൻ്റെ പേര് എന്നുകൊണ്ടാണ് മണി എന്നുള്ള പേരിട്ടത്. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ID പ്രൂഫ് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പ്രാവശ്യം. അപ്പോൾ അതിൽ അന്ന് മണിച്ചേട്ടൻ്റെ കറക്റ്റ് ഒരു ഫിഗർ ചെയ്യുന്നത് ആ ഫോട്ടോത്തിൽ ID പ്രൂഫിലുള്ള ഫോട്ടോയും അതേ ഒരു തരത്തിലായിരുന്നു. ഇത്തരത്തിൽ മണിദാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദികളിൽ നിറഞ്ഞ് ആടുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേജ് ഷോ കാണാം. മണ്ണപ്പം ചുട്ടുകളിച്ചതും മാമ്പൂവിൻ കറികൾ വെച്ചതും മണ്ണപ്പം ചുട്ടുകളിച്ചതും മാമ്പൂവിൻ. ഇത്തരത്തിൽ സ്റ്റേജുകളിൽ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ കയറി നൃത്തം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്.
ഇത്തരത്തിൽ ഒരുപാട് സ്റ്റേജുകൾ ഇപ്പോൾ താങ്കൾ ഇത്തരത്തിൽ മണിദാസ് കലാഭവൻ മണിയായി അവതരിച്ച് പല പരിപാടികളും അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഈ കലാഭവൻ മണിയുടെ എത്ര വേഷങ്ങൾ താങ്കൾ ചെയ്യാറുണ്ട്? അതിലേറ്റവും പ്രധാനപ്പെട്ട വേഷങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പോൾ സ്റ്റേജിൽ ഞാൻ ഒരുപാട് വേഷങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇപ്പോൾ ചെയ്യുന്നത് വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിൽ രാമു, ആകാശത്തിലെ പറയുള്ള മണിച്ചാടൻ്റെ ഉടുമ്പു വാസു എന്ന ക്യാരക്ടർ, മണിച്ചാടൻ ചെയ്തിരിക്കുന്ന ഓട്ടോക്കാരൻ്റെ വേഷം, ആരാരുമാവാത്ത എന്ന് പറയുന്ന, അതുപോലെ തന്നെ ബെൻ ജോൺസൺ, കൺമഷി, ഇങ്ങനെയുള്ള ഒരുപാട് വേഷങ്ങൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വേഷങ്ങൾ. ഈ കലാഭവൻ മണിയുടെ വിവിധ വേഷങ്ങൾ ചെയ്യുമ്പോൾ വലിയ റിസ്ക് എടുക്കേണ്ടി വരാറില്ലേ? കാരണം ആകാശത്തിലെ പറവുകൾ ഉൾപ്പെടെയുള്ള വേഷങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റേജിൽ ഞാൻ ഇപ്പോൾ അടുത്തൊരു ചാനലിൽ ചെയ്തപ്പോൾ തന്നെ എന്നോട് ഒരു നടൻ പറഞ്ഞിട്ടുണ്ട്, ടിൻചേട്ടൻ, ശരിക്കും സ്റ്റേജിൽ പണിയെടുക്കുന്ന ഒരു കലാകാരൻ മണിദാസ് തന്നെയാണെന്നുള്ളത്. കാരണം അതെനിക്കൊരു വലിയൊരു അവാർഡ് പോലെ എനിക്ക് തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ മണിച്ചേട്ടൻ്റെ വേഷങ്ങൾ ചെയ്യുക പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്. അതിൽ പ്രത്യേകിച്ചിട്ട് ആകാശത്തിലെ പറവുകൾ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജിൽ ഒരു ഷർട്ട് വേണം, അത് പറിച്ചു കയറുന്ന ഒരു സീനാണ്. അത് സ്റ്റേജിൽ വളരെ നമ്മൾ ശരിക്കും ഒരു കിളപ്പണിക്കോ അല്ലെങ്കിൽ കൊത്തുന്ന പണിക്കെത്താൻ പോകുന്ന ഒരു ക്ഷീണിച്ചു പോകുന്ന ആ സ്റ്റേജിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ ഓഡിയൻസിലേക്ക് ഇറങ്ങാണ്. ഓഡിയൻസ് പോയിട്ട് നമുക്ക് പാമ്പ് കടി നായയുടെ കടിയേറ്റ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭ്രാന്ത് വരുന്ന അവസ്ഥയും അതിൽ നിന്ന് നോർമൽ ആകുന്ന അവസ്ഥയും വീണ്ടും ഭ്രാന്തിലേക്ക് പോവുകയും നമ്മൾ അഭിനയിച്ച് കാണിക്കുകയും അവിടുന്ന് വെടിയുണ്ട ഏറ്റിട്ട് മരിക്കുന്ന ഒരു സീനാണ്. ആ സ്റ്റേജിൽ ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ പെർഫോം ചെയ്ത് കാണിക്കണം. അതുപോലെ തന്നെയാണ് വാസന്തി ലക്ഷ്മിയുടെ രാമു എന്ന കഥാപാത്രം ചെയ്യുമ്പോഴും സായ് കുമാർ എന്ന് പറയുന്ന നടനെ കഴുത്ത് പിടിച്ചിട്ട് ഞെരിച്ചു കൊല്ലുന്ന ഒരു സീനാണ്. അത് ഹെവി റിസ്ക് ആണ്. നമുക്ക് കണ്ണ് ഒരുപാട് സമയം ഇങ്ങനെ മേലോട്ട് ഈ സ്റ്റൈലിൽ തന്നെ വെക്കണം. അതങ്ങനെ വെച്ചതിന് ശേഷം നമ്മളത് അഭിനയിച്ച് കണ്ണീരൊക്കെ വരുന്ന സീനാണ്. ഭയങ്കര റിസ്ക് ആണ്. ഏതായാലും നമുക്ക് ആകാശത്തിലെ പറവകളിൽ ഒരു താങ്കൾ ചെയ്തിരിക്കുന്ന ഒരു വേഷം കാണാം. വളരെ വൈകാരികമായി ആ കഥാപാത്രത്തെ താങ്കൾ ഏറ്റവും ഉൾക്കൊള്ളുകയായിരുന്നു തോന്നുന്നു. ഈ ഒരു വേഷം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കലാഭവൻ മണിയുടെ വിവിധ വേഷങ്ങൾ ചെയ്തുകൊണ്ട് കലാരംഗത്ത് വരികയും തുടർന്ന് ഇപ്പോൾ സിനിമയിലേക്കും കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ആദ്യം ചെയ്തിരിക്കുന്ന സിനിമ ഏതായിരുന്നു? കുറേ സിനിമകളുടെ പിറകിൽ ഒരുപാട് കാലം നടന്ന ഒരാളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ക്യാരക്ടർ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഫെലിനി സംവിധാനം ചെയ്ത തീവണ്ടി എന്ന് പറഞ്ഞ ചിത്രത്തിൽ കോമഡി ഉത്സവം കഴിഞ്ഞ അതേ ടൈമിന് തന്നെയാണ് സിനിമയിൽ എനിക്ക് നല്ലൊരു എൻട്രി കിട്ടുന്നത്. ചെറിയ ക്യാരക്ടറാണെങ്കിലും വളരെ ശ്രദ്ധിക്കപ്പെടുന്നൊരു പിച്ചക്കാരൻ്റെ ഒരു വേഷമാണ് ചെയ്തത്. അതിനുശേഷം പിന്നെ പെനാൽറ്റി എന്ന് പറയുന്നൊരു സിനിമയിൽ അഭിനയിച്ചു. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പടം പ്രണയാമൃതം എന്ന് പറഞ്ഞ ചിത്രത്തിൽ മാമുക്കയ വില്ലൻ വേഷത്തിലെത്തുന്ന ഒരു പടത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യാളായി വരുന്നൊരു നല്ല കഥാപാത്രമാണ്. ഇപ്പം വേറെ സിനിമ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നത് വടക്കുംനാഥൻ്റെ വളപ്പൊട്ട് എന്ന് പറഞ്ഞ ഒരു സിനിമയാണ്. അതിൽ മെയിൻ വില്ലൻ വേഷവും അതിൽ തന്നെ ഒരു സ്ത്രീ കഥാപാത്രവും ചെയ്യേണ്ട നല്ലൊരു വേഷമാണ്. പിന്നെ അതുപോലെ തന്നെ ഷഹീർ ഉമർ സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയിൽ ഒരു നായക വേഷം ചെയ്യാൻ പോകുന്ന ബാസുരി എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഇങ്ങനെ കുറച്ച് കാസ്റ്റിംഗ് ആയി നിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ സിനിമയിലേക്ക് വരാൻ ഒരു മിമിക്രി കലാകാരൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്റ്റേജ് ഷോ ചെയ്യുന്ന ഒരു കലാകാരന് സിനിമയിലേക്ക് എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ ഈ കാലത്ത്? സത്യം പറഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത് എല്ലാവരും സ്വപ്നം, കലാകാരന്മാരായിട്ട് നിൽക്കുന്ന എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നം തന്നെയാണ് സിനിമ. പക്ഷെ ഒന്നൊരു നിമിത്തം തന്നെയാണ് സിനിമ എന്ന് പറയുന്നത്. നല്ലൊരു നിമിത്തമാണ്. പിന്നെ നല്ല ബന്ധങ്ങൾ നമ്മൾ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതെന്നും നല്ല പ്രചോദനം തന്നെയാണ്. നമ്മുടെ സ്വഭാവ ഗുണവും അതിൽ പ്രധാന ഗണമായിട്ട് കിടക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസമാണ്. നല്ല ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ഒരു നിമിത്തമായി കിട്ടുകയാണ്. അപ്പോൾ അത്യാവശ്യം ടാലന്റ് നിർബന്ധമാണ്. ടാലന്റ് ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കിട്ടുന്ന വേഷങ്ങളൊക്കെ ഏത് തരത്തിലുള്ളതാണ്? വില്ലൻ വേഷമാണോ അല്ലെങ്കിൽ സാധാരണ സ്വഭാവ നടനാണോ? ഇപ്പം കിട്ടുന്ന വേഷം ഇപ്പം വന്നിരിക്കുന്നത് ഒരു 3 വില്ലൻ വേഷമാണ്. പിന്നെ ഒരു നായക വേഷം വന്നിട്ടുണ്ട്. പിന്നെ എനിക്കിഷ്ടം സെന്റിമെന്റൽ സാധനമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്.
ഷോർട്ട് ഫിലിമുകളും ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിം ഒരുപാട് ചെയ്തിട്ടുണ്ട്. 7ഓളം ഷോർട്ട് ഫിലിമിൽ നായകവേഷം ചെയ്തു. ഇപ്പം അടുത്ത് ചെയ്തൊരു ഓട്ടോ ചേട്ടൻ എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിം എനിക്ക് വളരെയേറെ പ്രചോദനം ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഓട്ടോക്കാരൻ്റെ വേഷം ചെയ്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ദിലീപ് കോട്ടയം സംവിധാനം ചെയ്തൊരു സംഭവമാണ്. അതിപ്പോൾ സിനിമ രംഗത്തേക്ക് എനിക്ക് നല്ലൊരു ചുവടുവെപ്പ് ലഭിച്ചത് ഷോർട്ട് ഫിലിമിലൂടെയാണ്. അതെ അതെ, ആ ഷോർട്ട് ഫിലിം കണ്ടിട്ട് തന്നെ കുറേ എൻട്രികൾ എനിക്ക് ക്ഷണമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതേപോലെ തന്നെ കലാകാരനെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാവേണ്ട ഒരു മേഖലയാണിത്. പ്രത്യേകിച്ച് താങ്കളും ആ രീതിയിൽ തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും ഇപ്പോൾ സജീവമായിട്ടുണ്ട്. ഈ രംഗത്തേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? ജീവകാരുണ്യ പ്രവർത്തനം സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു നെഞ്ചോട് ചേർത്ത് എന്നെ കിടക്കുന്നൊരു സംഭവമാണ്. കാരണം നന്മ, കലാകാരന്മാർ എന്ന് പറയുന്നത് തന്നെ നന്മ ഉണ്ടാവുക എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നന്മയുള്ളവർക്കേ കല ഉള്ളിലുണ്ടാവും, അതുപോലെ തന്നെ കല ഉള്ളിലുള്ളവർക്കേ നന്മയുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്നാൽ കഴിയുന്ന നേരത്തിൽ നല്ല രീതിയിൽ തന്നെ ഒരുപാട് പരിപാടികൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വേദനിക്കുന്ന മനസ്സുകൾക്ക് വേണ്ടി ഒരു സാന്ത്വനമാകാൻ, ഒരു കൈത്താങ്ങാവാൻ നമ്മളെ. ഇങ്ങനെ ഈ സ്റ്റേജ് ഷോകൾ ചെയ്താണോ അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യാറ്? ഞാൻ തുടങ്ങിയത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഒരു കിഡ്നി പേഷ്യന്റിന് വേണ്ടിയിട്ട് പണ്ട് കാലത്ത് കുറേ വർഷങ്ങൾക്ക് മുൻപ് ജീപ്പിൽ സൗണ്ടൊക്കെ എടുത്തിട്ട് പല ടൗണുകളിലും സ്റ്റാൻഡുകളിലൊക്കെ പാട്ടൊക്കെ പാടിയിട്ട് അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ചെറിയൊരു രീതിയിൽ ഞാൻ പാട്ട് പഠിച്ചതും. അങ്ങനെ ചെയ്തു വന്ന പരിപാടികൾ ഇപ്പം ഏതൊരു സ്ഥലങ്ങളായാലും പെയിൻ ആൻഡ് പാലിയേറ്റീവ്, സാന്ത്വനം, ഇങ്ങനെ വരുന്ന പല സ്ഥലങ്ങളിലേക്കും നമുക്ക് ഒരു ദിവസം ഒരു കോളെങ്കിലും എനിക്ക് ഈ മേഖലയിലൂടെ വരാറുണ്ട് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരൊപ്പം നിൽക്കുന്നവരെ നമ്മൾ പൈസയല്ല ഉദ്ദേശിക്കുന്നത്, അവരെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി അത് വല്ലാത്തൊരു സുഖം തന്നെയാണ് നമുക്ക്. അതേപോലെ മിമിക്രി കലാകാരന്മാരുടെ സംഘടനയിലും സജീവമാണ്. അതെ, മാ എന്ന് പറയുന്ന സംഘടന നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ടപ്പക്രു ചേട്ടൻ പ്രസിഡന്റായി നിൽക്കുന്ന, ഗജാഞ്ചിയായി നിൽക്കുന്ന ടിനി ടോം ചേട്ടൻ, ഇവരൊക്കെയുള്ള മാ എന്ന് പറയുന്ന സംഘടനയിലെ മെമ്പർ കൂടിയാണ്. നമുക്ക് മണിദാസ് പയ്യോളിയുടെ ശബ്ദാനുകരണം ഇനി കേൾക്കേണ്ടതുണ്ട്. അതിനിടയിൽ ചെറിയൊരു ഇടവേള. അതുപോലെ മണിച്ചേട്ടൻ്റെ ശബ്ദമല്ലാതെ താങ്കൾ മറ്റ് പല നടന്മാരുടെയും ശബ്ദം അനുകരിക്കുന്നത് ഞാൻ തന്നെ ഒരുപാട് വേദികളിൽ കേട്ടിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ശബ്ദാനുകരണത്തിലേക്ക് പോയാലോ? ഞാനിപ്പോൾ ചെയ്യാറില്ല, ശബ്ദങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. കാരണം നമ്മളെക്കാളും ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ വേദികൾ വരാറുണ്ട്. എങ്കിലും ചോദിച്ച സ്ഥിതിക്ക് ഒരു ശബ്ദം ചെയ്യാം. നമ്മുടെ NF വർഗീസിൻ്റെ ഒരു ശബ്ദമാണ്. നീ നിന്റെ നെഞ്ചിൻ്റെ ആയമ നിൽക്കുന്നതോടായിട്ടിച്ചൂടാ, നല്ല പോയിന്റ് ബ്ലാങ്കിലാ നിൽപ്പ്, ഒരു ബുള്ളറ്റ് തന്നെ ധാരാളം. അല്ല ആരിത്, രാധയോ? നീ അങ്ങ് വളർന്നില്ലൂടി, നിനക്ക് വേണ്ടി ഇതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്ക് നല്ല കെട്ടിടാമേറ്റ ഇവിടെ ചമയ. എന്താ വരുന്നോ? അയ്യോ, ഏമാനായിരുന്നോ? ഞാൻ അറിയില്ലായിരുന്നു കേട്ടോ. മറ്റമ്പി എല്ലാവരും പറയും എനിക്ക് പൊക്കം കുറവാണെന്ന്. എനിക്ക് അത്രയ്ക്ക് അങ്ങ് പൊക്കം കുറവാണോ? പണ്ട് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കയ്യിൽ നിന്നും പൊട്ടും കടലയും അല്ല പട്ടും പുടവയും വാങ്ങിച്ചവനാ ഞാൻ. എല്ലാവരും എന്നെ കൊച്ചു പ്രേമ എന്നിങ്ങനെ വിളിക്കുന്നത്. ഞാൻ അത്രയ്ക്ക് കൊച്ചാണോ? അതുപോലെ തന്നെ നമ്മുടെ മണിച്ചേട്ടന്റെ വേഷം ഞാൻ ചെയ്തു വന്നത് വാസന്തി ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ലൈവായിട്ട് എനിക്ക് ചെയ്യാനൊരു ആഗ്രഹം. എന്തായാലും ഒരു വേഷം അവസാനത്തെ രംഗം അല്ലേ, ക്ലൈമാക്സ് ഒന്ന് ചെയ്ത് കാണിക്കാം. അന്ധനായ മണിച്ചേട്ടന്റെ ഒരു വേഷം, കോസ്റ്റ്യൂം ഒക്കെ ഒരു സ്റ്റൈലിലാണെങ്കിലും അതൊന്ന് ചെയ്യാം. വാസന്തി, കൊച്ചേട്ടൻ വന്നോളെ. കൃഷ്ണേട്ടോ, കവലയിൽ ആൾക്കാരൊക്കെ എത്തിയോ? ഒന്നും കാണാൻ പറ്റില്ല സാറേ. തോമസ് സാറേ, എൻ്റെ വാസിയുടെ കണ്ണും മീകത്ത് പറയുന്നുണ്ടല്ലോ, എനിക്ക് കാണണ്ട. തോമസ് സാറ് പോവാ, 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 തോമസ് സാറ് പോവാ. എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട, ഈ നശിച്ച രോഗം എനിക്ക് കാണണ്ട. കൃഷ്ണേട്ടാ, എൻ്റെ വാസിയുടെ കാര്യം ഭംഗിയെ നടത്തണം കേട്ടോ. ഞാൻ പോവുക. ഇത്തരത്തിൽ കലാഭൻ മണിയുടെ പല വേഷങ്ങൾ വളരെ വികാരതീവ്രമായ വേഷങ്ങളാണ്. ഇതൊക്കെ ചെയ്യുമ്പം ശരിക്കും മണിദാസ് ആ കഥാപാത്രത്തെ സ്വന്തം നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇത് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും താങ്കളുടെ കണ്ണ് നിറഞ്ഞു, നമ്മുടെ ഹൃദയത്തിലേക്ക് അങ്ങ് ചേർന്ന് പിടിക്കും മണിച്ചേട്ടൻ. ഇത് ചെയ്യുമ്പോഴേ വല്ലാത്തൊരു വികാരം തന്നെയാണത്. എന്തായാലും മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നമുക്ക് ചെയ്യാമായിരുന്നു.
മണിച്ചേട്ടൻ്റെ മരണത്തോടൊപ്പം തന്നെ ഒരുപാട് കലാകാരന്മാർ ഇന്ന് ഈ വേദികളിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ മണിച്ചേട്ടൻ മരിക്കുന്നതിന് മുമ്പേ തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞൊരു കാര്യമാണ്, കാരണം ഞാൻ മരിച്ചാലേ എന്നെ കുറിച്ച് കൂടുതൽ ആൾക്കാർ അറിയുമെന്നുള്ളത്. പക്ഷെ അത് അർത്ഥവത്തായ ഒരു കാര്യം തന്നെയായിരുന്നു. എന്തായാലും മണിച്ചേട്ടനെ സ്മരിക്കുകയാണ് ഈ ഒരു സമയത്ത്. അതേപോലെ തന്നെ കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? കലാരംഗത്തുള്ള എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം കുടുംബം തന്നെയാണ്. എൻ്റെ അച്ഛനും അമ്മയും, ഞങ്ങൾ 6 മക്കളാണ്. 6 മക്കളിൽ 3 ജ്യേഷ്ഠന്മാരും പിന്നെ ഞാനും. കലാരംഗത്ത് താങ്കൾ മാത്രമേ ഉള്ളൂ? കലാരംഗത്ത് ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബത്തിൽ വേറെ ആരും കലാരംഗത്ത് വേറെ ആരുമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കലാപരമായ ഒരു കഴിവില്ലാതെ മണിച്ചേട്ടൻ്റെ രൂപസാരിഷ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ രംഗത്തേക്ക് എത്തിയത്. അതുപോലെ തന്നെ ഞങ്ങൾ 6 മക്കളാണ്. അതിൽ ഏറ്റവും ഇളയത് ഞാനാണ്. അപ്പം എൻ്റെ ഭാര്യയുണ്ട്, ഭാര്യയുടെ പേര് റീജ എന്നാണ്. പിന്നെ മകൾ 9 വയസ്സായി, അമന്ന ദാസ് എന്നാണ് പേര്. നമുക്ക് കലാഭവൻ മണിയുടെ ഒരു പാട്ട് കൂടി പാടാം. മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടി കൺക്ലൂഷൻ ചെയ്യാം. എന്തായാലും വളരെ സന്തോഷം, കണ്ണൂർ വിഷൻ്റെ ഈ ഒരു ചാനൽ അതിഥിയായി ഇന്ന് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ എല്ലാ ആളുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയ മിത്രം ഷിനിത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ എന്തായാലും മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടിക്കൊണ്ട് നമുക്ക് ചെയ്യാം. വരിക്കച്ചക്കയുടെ ചോള കണക്ക് തുടുതുടുത്തൊരു കല്യാണി, തുടുതുടുത്തൊരു കല്യാണി, കൊടകരയിൽ കവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം, കണ്ടടി ഞാനൊരു മിന്നായം, ചാട്ടുളി തുളമുള തുളയ്ക്കണ മൂർച്ചയുള്ളൊരു നോട്ടമായി, മൂർച്ചയുള്ളൊരു നോട്ടമായി, കാലിടറണ വയറെറിയണ ഇടികുടുങ്ങണ കുമ്മിലടി, ഇടികുടുങ്ങണ കുമ്മിലടി. ആ വരിക്കച്ചക്കയുടെ ചോള കണക്കെ തുടുതുടുത്തൊരു കല്യാണി, തുടുതുടുത്തൊരു കല്യാണി, കൊടകരയിൽ കവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം, കണ്ടടി ഞാനൊരു മിന്നായം, കണ്ടടി ഞാനൊരു മിന്നായം. ഒരു കാര്യം കൂടി, താങ്കൾ ഈ രംഗത്ത് ഒരുപാട് കാലം 10-20 വർഷമായി, അവാർഡുകളൊക്കെ എത്ര കിട്ടിയിട്ടുണ്ട്? ഒരുപാട് അവാർഡുകൾ എനിക്ക് ഈ ഒരു മേഖലയിൽ മണിച്ചേട്ടൻ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് അവാർഡുകൾ കൂടുതലായിട്ട് കിട്ടിയത്. നമ്മുടെ മണിച്ചേട്ടൻ്റെ പേരിൽ തന്നെ കൊല്ലത്ത് വെച്ച് നടത്തിയ കലാഭവൻ മണി ഫൗണ്ടേഷൻ്റെ അവാർഡ്, അതുപോലെ തന്നെ KP ഉമ്മർ അവാർഡ് കിട്ടിയിട്ടുണ്ട്, KP അബു അവാർഡ് കിട്ടിയിട്ടുണ്ട്, നാഷണൽ ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് അവാർഡുകൾ ഉണ്ടാവും. എന്തായാലും ഇനിയും ജീവിതത്തിൽ സിനിമാ രംഗത്ത് സജീവമാകാനാണ് താല്പര്യം? തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കലാകാരന്മാരായി ജനിച്ച ഏതൊരാൾക്കും സിനിമയിലേക്കാണ് ഒരു എൻട്രി എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഞാനും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മണിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു വേഷം തരികയാണെങ്കിൽ വളരെയേറെ സന്തോഷം ഉണ്ടാവും. ഒരുപാട് വേഷങ്ങൾ ചെയ്യാൻ അതിയായ താല്പര്യമുണ്ട്. ഏത് വേഷമായാലും ചെയ്യാനുള്ള നല്ലൊരു കോൺഫിഡൻ്റ് ഉണ്ട്. എന്തായാലും താങ്കൾക്ക് ഈ മേഖലയിലൊക്കെ വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിഥി ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. നമസ്കാരം.